അപ്പോഴേ പറഞ്ഞു ഈ ട്രിപ്പും കോപ്പൊന്നും വേണ്ട. അപ്പോൾ എല്ലാണത്തിനും ട്രിപ്പ് ഉണ്ടാക്കിയാലേ പറ്റൂ. ഞാൻ പറഞ്ഞേ കടി വേണമെങ്കിൽ പോയി എടുത്തോ. കടിയാ? കടിയൊന്നും വേണ്ട, ഫുള്ള് എണ്ണയാണ്. ആ, എണ്ണ വേണ്ട, ആരോഗ്യത്തിന് നല്ലതല്ല. എങ്ങനാ നാളത്തെ കാര്യം സെറ്റല്ലേ? എൻ്റെ കാര്യം സെറ്റാണ്. എന്തോന്ന് കാര്യം? ഇപ്പം നോക്കിക്കോ, തലയെ വെച്ചടിച്ച് എത്ര തവണ പറയണോടാ നാളത്തെ ട്രിപ്പിൻ്റെ കാര്യം. ആർക്കും വലിയ ട്രിപ്പ് പറ്റാത്തതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു ദിവസം പോയിട്ട് വരാമെന്ന് വെച്ചാൽ. ആ, ഇവിടെ ചായയുടെ പൈസ തന്നെ ചിന്തയാണ് കൊടുക്കണം. ആഹാ, ആ ചായ എവിടെ വെച്ചേ നീ? ഡാടാ കാര്യമായിട്ടാണ്. ചിന്തയുടെ പൈസ അതത്രേ ഉള്ളൂ. ആ അല്ല സീരിയസ് ആയിട്ട് ട്രിപ്പിൻ്റെ കാര്യം പറ. പൈസ എൻ്റെ ചേട്ടൻ്റെ ചോദിച്ചിട്ടുണ്ട്. അവൻ തന്നാലേ വരാൻ പറ്റും. അന്നത്തെ വർക്കിൻ്റെ പൈസ കിട്ടിയിരുന്ന ഒരു സീനും ഇല്ലായിരുന്നു. അത് കിട്ടൂടാ, അടുത്ത വീക്കാവും. അടുത്ത വീക്ക് നിന്റെ ചേട്ടന് പൈസ കൊടുത്താൽ പോരെ. അപ്പം എങ്ങനെ? നാളെ നേരെ വർക്കല. നാളെ പോണുണ്ടോ? പിന്നല്ലാതെ പോവാം. എന്നിട്ട് എന്താ ഇവൻ മുണ്ടി അടിക്കണം? ആ, എന്തിന് വർക്കല വരെ പോകാനാ? അപ്പൊ ഇല്ലേ? ഉണ്ട്. നമുക്ക് വർക്കല നേരെ കൊച്ചിക്ക് പോയാലേ? ആ സൂപ്പർ. ഒന്ന് പോടാ അവിടെ നിന്ന് നീച്ച്. ഇവിടെ എൻ്റെ ചായയുടെ പൈസ എൻ്റെ ചിന്തയാ കൊടുക്കും. മതിയാക്ക്. എന്തായാലും നമ്മൾ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങണതല്ലേ. നീയൊക്കെ വൺ ഡേ ട്രിപ്പ് മതി എന്ന് പറഞ്ഞെങ്കിലും ഇനി എന്നാണ് ഇതേപോലെ പോകാൻ പറ്റണം എന്നും പറഞ്ഞ് ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ? വർക്കല നമ്മൾ മിഥുൻ്റെ ചേട്ടൻ്റെ റിസോർട്ട് ഉണ്ട്, അവിടെ പൈസ ആവൂല. പിന്നെ നിനക്കൊക്കെ നാളെ വൈകിട്ട് അവിടെ എത്താൻ പറ്റൂ. അങ്ങനെ മതി. എന്നിട്ട് നാളെ ഈവനിങ് മുതൽ മറ്റന്നാൾ രാവിലെ വരെ റിസോർട്ടിൽ. പിന്നെ ഇവിടെ നിന്ന് പെട്രോൾ അടിക്കണേനും കുപ്പി അടിക്കണേനും മാത്രമേ പൈസ ആവുള്ളൂ. പിന്നെ അവിടെ നിന്ന് രാവിലെ നേരെ കൊച്ചിക്ക് പോവാം. നിനക്ക് എന്താ? ഇവൻ്റെ പൈസ ഉണ്ടെങ്കിൽ നാളത്തെ ഫുൾ ചെലവ് ഇവൻ്റെ വക. ഇവനെ പറഞ്ഞു വിടറേ, പൈസ മറിച്ചാൽ പോരെ. ഞാനും അങ്ങനെ തന്നെ പോകണം. ആരെയെന്ന് മറിക്കാൻ? നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നീ എനിക്ക് കൂടെ മറി. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലോങ് പിടിക്കാത്തത്. ഫസ്റ്റ് നാളെ വർക്കല്ല പോവാം, അതിനുശേഷം ബാക്കി നോക്കാം. അതിനാദ്യം നാളെ റിസോർട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ നോക്കാം. അത് കഴിഞ്ഞല്ലേ കൊച്ചി. റോഷനെ ഹാരിസിനെ വിളിക്കണ്ടേ? നീ റോഷനെ വിളിക്ക്. ഞാൻ ഹാരിസിനെ വിളിക്കാം. ഈ കള്ളപ്പന്നി നിന്നോട് ഇപ്പൊ വിളിക്കുന്നു. കട്ടാക്കിയ തെണ്ടി വീഡിയോ ഓടിക്കാനല്ലേ പാട്. എന്താ നിനക്ക്? ഓ, ബാത്റൂമിലാണല്ലേ? നീ കാര്യം പറയണം അങ്ങോട്ട്. എടാ, നാളത്തെ ട്രിപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. റോഷൻ തിരിച്ചു വിളിക്കാന്നാണ് പറഞ്ഞത്. ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോഴേ അവയില്ലെന്ന് പറഞ്ഞു. അവൻ വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വണ്ടി അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം, സെറ്റ് ചെയ്യാം. ഇതാരടാ ഇങ്ങനെ വിളിക്കണ? നിനക്ക് വേണ്ടില്ലെന്ന് പറഞ്ഞു അവനെ വിളിക്കണം. ഓ, പറയണ കേട്ടാത്തൊന്നും നിനക്ക് പെണ്ണുണ്ടെന്ന്. ഒരു കാര്യം ചെയ്, നീയൊക്കെ ഇവിടെ നിക്കി, നമുക്ക് തിരിക്കാം. ഞാൻ അവനെ പോയി വിളിച്ചിട്ട് വരാം. നമ്മളിതിന്റെ പിന്നെ ഫ്രണ്ടിലുണ്ട്. ഞാൻ എന്താ ഇറങ്ങിടാ. ഹാരിസ് ലാസ്റ്റ് തേച്ചല്ല. അവനെ കുറെ വിളിച്ച്, അവൻ വരണ്ടേ. അന്ന് പോയതിന്റെ ക്ഷീണം മാറിയില്ലെന്ന് അവന്. അവന്മാരവിടെ കുറെ നേരമായിട്ട് നിൽക്കുകയാണ്, നീ വേഗം വിട്.
എവിടാ അവന്മാര്? 5 രൂപ വളവെത്തിയെന്ന് പറഞ്ഞു. 5 മണിയായി. ആ ദേ വരണുണ്ടോ അവന്മാര്? എവിടെ പോയി കിടക്കായിരുന്നടാ? അഫ്സാനെ എൻ്റെ അടുത്ത് ആരാ ഫ്രണ്ട് കയറി ഇരിക്കാൻ പറഞ്ഞു? ഒന്ന് കഴിച്ച് പോടാ നീ. ആ ഇപ്പൊ നീ തിരിച്ചു വരുമ്പോ ഞാൻ കയറി ടാ നീ എല്ലാം കിട്ടിയാ? നീങ്ങടാ അങ്ങോട്ട്. ഉള്ള പൈസക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടിച്ചടിച്ചാലേ? ആ അടിക്കാ. ഡാടാ കാറിലിരുന്നൊരു പരിപാടിയില്ല. അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, കാറ് ഫുൾ സിഗരറ്റിൻ്റെയും ചിലവന്മാരെ വാളിൻ്റെയും നാറ്റം. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു പരിപാടിയില്ല. കഷ്ടപ്പെട്ട് ക്യൂ ഒന്ന് വാങ്ങിച്ച് നമുക്കതിന് അന്നത്തെ പോലെ അടിച്ച് ഓഫാവേന്നും വേണ്ടല്ല. അതിന് ഏത് നമ്മള്? നീ അടിക്കണില്ലെങ്കിൽ അടിക്കണ്ട, എങ്ങനെയും പറഞ്ഞ് സെറ്റാക്കുമ്പോൾ. ടാ കുറച്ചടിക്കാം, അതാണ് എൻ്റെ മൈൻഡ്. ആ അപ്പം നമ്മൾ ഓണാവും, പിന്നെ അവിടെ പോയി അടിച്ചാൽ പോരെ. അതാണ്. പണ്ടത്തെ പോലെ നല്ലടാ. ഞാൻ ഇപ്പൊ ഒരു കുപ്പി അടിച്ചാലൊന്നും ഒന്നും ആവൂല. നമുക്ക് കുറച്ചടിച്ച് ജില്ലായി പോവാം. ഒരു ജില്ലും ഇല്ല. സിഗരറ്റ് പോലും അകത്തിരുന്ന് വലിക്കില്ല. വേണമെങ്കിൽ വണ്ടി സൈഡാക്കി തരാം, വലിച്ചിട്ട് കയറിക്കോ. ഡാ നീ സീരിയസ് ആയിട്ടാണ് പറയണ? പിന്നല്ലാതെ സീരിയസ് ആയിട്ട് തന്നെ. മെയിൻ റോഡ് വേണ്ട, ചെക്കിങ് ആണ്. നീ ഇതാ ആ വഴി കൂടെ പോയാണ്. ചെക്കിങ് ഉണ്ടെങ്കിൽ സീനാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും വേണ്ടെന്ന്. പിന്നല്ലാതെ സീരിയസ് ആയിട്ട് തന്നെ. ഒരു ജില്ലും ഇല്ല. സിഗരറ്റ് പോലും അകത്തിരുന്ന് വലിക്കുന്നു. ഇത് ഏതൊക്കെ വഴിയടാ? അവസാനം വേറെ ജില്ലയിലെ കാട്ടിലൊന്നും പോയി കയറല്ലേ? എനിക്കറിയാം, നീ പോ അങ്ങോട്ട്. എട്ട് മണിക്കെങ്കിലും എത്തോടാ അവിടെ. ഇത് ഏവന്മാരുടെ ഇങ്ങനെ കിടന്ന് ഹോൺ അടിക്കണ ബാക്കിൽ നിന്ന്. അമ്മരെ കയറ്റി വിട്ടാണ്ടാ അങ്ങോട്ട്. ഇവന്മാർ കുറെ ഉണ്ടല്ലോടാ. ഈ കാട്ടിൽ കയറിയിട്ട് ഇപ്പോഴാണ് കുറച്ച് മനുഷ്യരെ കണ്ട. ആ ഇനി ഇവന്മാരെ പറയാ പോവാ. വണ്ടി ഇട്. ആ ഇത് മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞ 1/2 മണിക്കൂറിൻ്റെ അത് എത്താം. ഇപ്പൊ എത്തും. ഡാ ഇവളാണ് ഞാൻ പറഞ്ഞ. ഇവള് നിനക്ക് സെറ്റ് ആവൂല. അമ്മ വണ്ടി നിർത്തിയടാ. ഇവന്മാരെന്തുണ്ടാ ഇപ്പൊ വണ്ടി നിർത്തിയ? കാടല്ലേടാ, ഫ്രണ്ടിലൊക്കെ വല്ലതും കണ്ടായിരിക്കും. നീ എന്തായാലും വണ്ടി എടു. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ലടേ. ഇപ്പോഴെങ്ങാനും അവിടെ എത്തുമെന്തോ. ഇത് ഇവന്മാർ അറിഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. നീ എന്തായാലും വണ്ടി എടു. ഡാ ഇവന്മാർ നമ്മളെ വെറുതെ ചൊറിയണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നോക്കടാ, ചുമ്മാ നോക്കി ചിരിക്കണ നോക്കടാ ഇങ്ങോട്ട്. ഇവന്മാരെന്താ ഇങ്ങനെ എഴുന്നേഴിഞ്ഞ് പോകണം? നീ അങ്ങോട്ട് ഹോൺ അടിച്ചാണ്ടാ കുറച്ച്. ആരുടെ ഇവന്മാരൊക്കെ? നീയൊക്കെ പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ? ഡാ അമ്മ പോണതേ ഉള്ളൂ അമ്മ. ഇങ്ങനെ എപ്പോഴും കിടന്ന് വിളിക്കല്ലേ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഡാ ഇവന്മാർ കുറച്ച് നേരമായി ചുമ്മാ ബ്രാക്കിടലും കൊണച്ച ചിരിയും. നീയൊക്കെ നോക്കൂ, ഇപ്പൊ ഇങ്ങോട്ട് നോക്കും. നീ വണ്ടി ഇടിച്ച് പൊട്ടിക്കാം. ആരൊന്നുമില്ല ഇറങ്ങിവിടാം.
അവന്മാർ പോട്ട്. ഇവന്മാരെന്തുണ്ടോ നമ്മൾക്ക് ഇങ്ങനെ ചിരിക്കണം? നീ വണ്ടി അടിച്ച് കേട്ടാ അങ്ങോട്ട്. അവന്മാർ കുറച്ച് പോട്ട്, നമുക്ക് ഡിസ്റ്റൻസ് ഇട്ട് പോവാം. അപ്പോഴേ പറഞ്ഞു ഈ ട്രിപ്പും കോപ്പൊന്നും വേണ്ടാന്ന്. അപ്പൊ എല്ലാണത്തിനും ട്രിപ്പ് ഉണ്ടാക്കിയാലേ പറ്റൂ. ഇനിയുമായി നിർത്തണ കയറി ഇരിക്കുകയാണ്. ഇവന്മാരൊക്കെ എന്തോ കെമിക്കലാണ്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ അങ്ങ് പോട്ട്. അമ്മമാർ വീണ്ടും വണ്ടി നിർത്തണം എന്നാണ് തോന്നുന്നു. നിർത്തിയടാ നിർത്തി ഇവിടെ നിർത്ത്. ഇവന്മാരെന്ത് ചെയ്യുമോ നോക്കട്ട്. ഒരുത്തനും ഇപ്പൊ ഇറങ്ങണ്ട. ബ്രോ, തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി വണ്ടി എടുത്ത് മാറ്റാം മയിരെ. എവന്റെ കയ്യിലാണ്ടോ സാധനം?
നീ വണ്ടി എടുക്കാൻ അവരെ പിടിക്കണം. ആ പാക്കറ്റ് തോന്നുന്നു. അതാ റോഡിയുടെ പാക്കറ്റാണ്. അഫ്സാനെ, നമ്മളെല്ലാരും അങ്ങേരായിട്ടുള്ള എല്ലാ പരിപാടിയും വിട്ടതാണ്. നീ മാത്രം ഇപ്പോഴും നമ്മളറിയാതെ അങ്ങനോട് ഉണ്ടാക്കുകയാണല്ലേ. അതിനുശേഷം ഞാനും പിന്നെ അങ്ങേരുമായിട്ട് ഒരു പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താടാ? ഇവൻ ചുമ്മാ കള്ളത്തരം പറയണേണ്. അല്ലടാ, അങ്ങനെ കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ പറ്റുള്ളൂ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ വീണ്ടും വിളിച്ച് ചായ കുടിക്കാൻ പോയപ്പം. അതുമല്ല, ഒരു പാക്കറ്റ് കൊണ്ട് കൊടുത്താൽ നല്ല പൈസ കിട്ടുന്ന പരിപാടി വേണ്ടി ഞാൻ വിചാരിച്ച് ലാസ്റ്റായിട്ട് ഇതും കൂടെ ചെയ്യാം. ഞാൻ എന്തായാലും രാവിലെ അങ്ങോട്ട് ഇറങ്ങും. ഓക്കെ, നിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ നീ ഒന്നും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതാണ് പറയാത്ത. എന്നിട്ട് അതും കൊണ്ട് നീ കാറിക്കൻ. അതുമല്ല പോലീസ് വിളിച്ചെങ്കിലാ. അപ്പൊ നീ ഇതുണ്ടാക്കാനാണ് കൊച്ചിക്ക് പോകാന്ന് പറഞ്ഞത്. അതിപ്പം നീ ഒന്നും വന്നില്ലേലും ഞാൻ എങ്ങനെയും പോയാൻ. നേരത്തെ വന്നവരെ വിട്ടത് റോട്ടറി തന്നെ. ഈ സ്വഭാവം കണ്ടാണ് നമ്മൾ അങ്ങേരായിട്ടുള്ള ഒരു പരിപാടിയും വേണ്ടെന്ന് വെച്ച്. മാത്രമല്ല പോലീസും കൂടി പിടിക്കും. ആ പാക്കറ്റില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂല. അവ എന്നെ പണിയും. നിനക്കൊക്കെ അറിയാമല്ല. നീ വണ്ടി എടുക്കുക, അവരെ പിടിക്കണം. ഇതൊക്കെ ഏത് സ്ഥലമെന്ന് പോലും അറിഞ്ഞൂടാ. അവന്മാരുടെ ഏരിയ ആയിരിക്കും. ഈ അവസ്ഥയിൽ ഞാൻ ഇല്ല. നമുക്ക് തിരിച്ചു പോവാം. ബ്രോ, അവന്മാരെ നമ്മള് സാധനം എടുത്തിട്ടുണ്ട്. നീക്ക് ആ ബാഗ് സേഫ് ആക്കിക്കോ. പിന്നെ അവന്മാര് പുറകെ വരണുണ്ടോന്നും കൂടെ നോക്കിക്കോ. അവന്മാർ ഇനി പുറകെ വരാനൊന്നും ചാൻസ് ഇല്ല.